വനംവകുപ്പ് ജീവനക്കാരാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. റേഞ്ച് ഓഫീസർ അശോക് സാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, നമ്മുടെ പ്ലാൻ എങ്ങനെയാണ്? അതായത് നമുക്ക് ഇതിനെ ഡാർട്ട് ചെയ്യാനായിട്ട് പരിശീലനം ശ്രദ്ധിച്ച വെറ്ററിനറി ഡോക്ടർ ആണ് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട DFOയോട് ഉടനെ എത്തിയതിനു ശേഷം അവരുടെ ഈ സ്ഥലത്തിൻ്റെ സാഹചര്യം മറ്റും പരിഗണിച്ച ശേഷം എല്ലാവിധ സുരക്ഷയും മുൻനിർത്തിയായിരിക്കും നമ്മൾ കടുവയെ പുറത്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് കിണറ്റിനുള്ളിൽ വെള്ളം ഉണ്ട്, ഏകദേശം 4 അടിയോളം വെള്ളം ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വെള്ളം പറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് കടുവയെ ഡാർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവർ വന്നതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. ഉദ്ദേശം എന്ത് പ്രായം നമ്മൾ കണക്കാക്കുന്നുണ്ട്? ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വെള്ളത്തിലാണെങ്കിൽ പോലും പറയാൻ കഴിയുമോ? ഇത് നമ്മൾ പുറത്തുനിന്ന് കണ്ടിടത്തോളം ഒരു 6-7-8 വയസ്സ് പ്രായമുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് മെയിലാണോ ഫീമെയിലാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ കിണറ്റിനകത്ത് കിടക്കുന്നതായതുകൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതെല്ലാം നമുക്ക് കടുവയെ പുറത്തെടുത്തതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. നമ്മൾ മയക്കുവെടി വെച്ച ശേഷം പിന്നീട് എന്താണ് ചെയ്യുക? മയക്കുവെടി ശേഷം ഇതിനെ നിരീക്ഷണത്തിൽ നിർത്തിയതിന് ശേഷം പിന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ഒന്നുകിൽ ഉൾക്കാട്ടിൽ വിടും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തിലേക്ക്. അതൊക്കെ മേലുദ്യോഗസ്ഥ തലത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതൊക്കെ കടുവയെ പുറത്തെടുത്തതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ. ഈ മയക്കുവെടി വെച്ച ശേഷം എത്ര മിനിറ്റിനുള്ളിൽ ഇത് പൂർണ്ണ മയക്കത്തിലേക്ക് മാറും? നമുക്ക് അതിനെ അടുത്തെത്തി വലയിലേക്ക് ആക്കാൻ സമയം എത്ര വേണ്ടി വരും? സാധാരണ ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് നല്ലവണ്ണം മയങ്ങത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഈ കടുവയുടെ ആരോഗ്യം മറ്റും അനുസരിച്ചാണ് ഇതിന് എത്ര ഡോസിലുള്ള ഇഞ്ചക്ഷൻ ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അതൊക്കെ ഡോക്ടറുടെ തീരുമാനമായിരിക്കും. അതിനുശേഷം മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റൂ. ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുള്ളതായിട്ട് കാണുന്നില്ല. നിലവിൽ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നില്ല. 20 അടി താഴ്ചയുള്ള കിണറ്റിലേക്കാണ് വില്ലൂന്നിപ്പാറയിലാണ് കടുവ കിണറ്റിൽ വീണത്. കടുവയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി വെറ്റിനറി സർജൻ വന്നതിന് ശേഷം കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടും. അതിനുശേഷം നിരീക്ഷണത്തിൽ വെച്ചതിന് ശേഷം മാത്രമാണ് കാട്ടിലേക്ക് തുറന്നു വിടുകയുള്ളൂ. കടുവയുടെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. CK അഭിലാളാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.